ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മള് കോൾസ് ഇൻ അരിയേഴ്സും കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ. ഇനി അടുത്തൊരു ടോപ്പിക് വേണ്ടേ നമുക്ക്, കോൾസ് ഇൻ അഡ്വാൻസ്. സമയമായിട്ട് തരാതെ ഒരു സംഭവം ഫെയിൽ ആവണത്, ഡിഫോൾട്ട് വരുത്തുന്നത് കോൾസ് ഇൻ അരിയേഴ്സ് ആണെങ്കിൽ വിളിക്കുന്നതിന് മുന്നേ തന്നെ അഡ്വാൻസ് ആയിട്ട് നമുക്ക് എമൗണ്ട് തരുന്നതിനെയാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയാറുള്ളത് അല്ലെ. ഇപ്പോ അപ്ലിക്കേഷൻ മണി, ആദ്യം അപ്ലിക്കേഷൻ വിളിച്ചു. അപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, അപ്ലിക്കേഷനോടൊപ്പം തന്നെ അലോട്ട്മെന്റും തരും, അലോട്ട്മെന്റിനുള്ള എമൗണ്ടും തരും. അവർക്ക് അവിടെ ഷെയർ ഉണ്ടോ ഇല്ലയോ ഇതൊന്നും ആലോചിക്കാറില്ല, കംപ്ലീറ്റ് എമൗണ്ടും കൂടി തരും അങ്ങോട്ട് അല്ലെ. സോ അങ്ങനെ വിളിക്കുന്നതിന് മുന്നേ തന്നെ, ഡ്യൂ ആവുന്നതിന് മുന്നേ തന്നെ എമൗണ്ട് ഇങ്ങോട്ടേക്ക് പേ ചെയ്യണേനെയാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അലോട്ട്മെന്റിന്റെ കൂടെ ഫസ്റ്റ് കോളിന്റെ പൈസ തരിക, ഫസ്റ്റ് കോൾ വിളിക്കുമ്പോൾ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും കൂടി തരിക, ഇതിനെയൊക്കെ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയും കേട്ടോ. അപ്പോ നമ്മൾ ഈ +1 ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയമായിട്ട് നമുക്ക് ഇനിയും കിട്ടാത്തതാണ് അല്ലെ. അപ്പൊ അതിന് എന്ത് ചെയ്ത് കാണിക്കുന്നു, ഡെബിറ്റ് ചെയ്ത് കാണിക്കുന്നു. പക്ഷേ ഇത് സമയമാവണതിന് മുന്നേ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടി, അപ്പൊ നമ്മുടെ ബാധ്യതയാണ്, ലയബിലിറ്റി ആണ്. ലയബിലിറ്റീനെ എന്ത് ചെയ്ത് കാണിക്കണം, ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കോൾസ് ഇൻ അഡ്വാൻസ്. ഇതില് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ കോൾസ് ഇൻ അരിയേഴ്സിന്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്, ഫസ്റ്റ് കോൾ ആണ് കിട്ടാത്തതെങ്കിൽ എപ്പോഴാണോ ഫസ്റ്റ് കോൾ കിട്ടുന്നത് ആ ഫസ്റ്റ് കോൾ കിട്ടുന്ന സമയത്താണ് അരിയേഴ്സ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുക. അതായത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഫസ്റ്റ് കോൾ തരുന്ന സമയത്ത് ഒരാൾ മാത്രം തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി കാണിക്കും. സെക്കൻഡ് കോൾ ആണ് നമുക്ക് കിട്ടാത്തതെങ്കിൽ സെക്കൻഡ് കോൾ റിസീവ് ചെയ്യുന്ന സമയത്താണ് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുക. അതായത് ഏതാണോ സ്റ്റേജ് കിട്ടാത്തത് ആ സ്റ്റേജിലാണ് കോൾസ് ഇൻ അരിയർ വരിക. പക്ഷെ കോൾസ് ഇൻ അഡ്വാൻസ് അങ്ങനെയല്ല, കോൾസ് ഇൻ അഡ്വാൻസിനെ ക്രെഡിറ്റ് ചെയ്യണം, കാരണം അതൊരു ലയബിലിറ്റി ആണ്. പക്ഷെ ആ കോൾസ് ഇൻ അഡ്വാൻസ് വന്നിട്ട് എന്താ പറയാ, ഇപ്പോ അപ്ലിക്കേഷന്റെ കൂടെ അലോട്ട്മെന്റ് ആണ് കിട്ടിയതെങ്കിൽ, അപ്ലിക്കേഷനും കിട്ടി അലോട്ട്മെന്റും കിട്ടിയെന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷന്റെ സ്റ്റേജിലാണ് അഡ്വാൻസ് കിട്ടിയത്. അപ്പൊ അപ്ലിക്കേഷന്റെ സ്റ്റേജിൽ വേണം അഡ്വാൻസ് എഴുതി കാണിക്കാൻ. അലോട്ട്മെന്റിന്റെ കൂടെ ഫസ്റ്റ് കോൾ ആണ് കിട്ടിയതെങ്കിൽ അലോട്ട്മെന്റിന്റെ സ്റ്റേജിൽ വേണം കോൾസ് ഇൻ അഡ്വാൻസ് കാണിക്കാൻ. ഫസ്റ്റ് കോളിന്റെ സ്റ്റേജിലൂടെ സെക്കൻഡ് കോളിന്റെ എമൗണ്ടും കൂടി ചേർത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കോളിന്റെ സ്റ്റേജിൽ വേണം കോൾസ് ഇൻ അഡ്വാൻസ് കാണിക്കാൻ. അതായത് ഒരു സ്റ്റേജിന് മുന്നേ എഴുതി കാണിക്കും കോൾസ് ഇൻ അഡ്വാൻസ്. അതുകൊണ്ടാണല്ലോ അതിന് അഡ്വാൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കോൾസ് ഇൻ അഡ്വാൻസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കും. ശരി, അത് മാത്രം ചെയ്താൽ മതിയോ? പോരാ. പകരം എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഫസ്റ്റ് കോള് ഞാൻ വിളിച്ചു, ഞാൻ ഒരു ഉദാഹരണത്തോടെ പറഞ്ഞുതരാം കേട്ടോ. 10 രൂപയാണ് ഒരു ഷെയറിന്റെ വാല്യൂ. 500 ഷെയർ വാങ്ങിച്ച ഒരു വ്യക്തി, 500 ഷെയർ വാങ്ങിച്ച ഫോർ എക്സാമ്പിൾ ആദിത്യ എന്ന് പറഞ്ഞ വ്യക്തി കേട്ടോ. ആദിത്യ എന്ന് പറഞ്ഞ ഷെയർ ഹോൾഡർ 500 ഷെയർ വാങ്ങിച്ചു. ക്ലിയർ ആവുണ്ടോ? 10 രൂപയാണ് ഒരു ഷെയറിന്റെ വാല്യൂ. 2 രൂപ അപ്ലിക്കേഷൻ, 3 രൂപ അലോട്ട്മെന്റ്, 2 രൂപ ഫസ്റ്റ് കോൾ, 3 രൂപ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. അപ്ലിക്കേഷൻ വിളിച്ചു, കിട്ടി. അലോട്ട്മെന്റ് വിളിച്ചു, കിട്ടി. ഫസ്റ്റ് കോൾ വിളിച്ചു, ഫസ്റ്റ് കോളും കിട്ടി. ഒപ്പം ഈ ആദ്യത്തെ എന്ത് ചെയ്തു, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളും കൂടി തന്നു. ഇങ്ങനെ, ഇതാണ് കോൺസെപ്റ്റ്. ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? മൊത്തം ഒരു 10,000 ഷെയർ ഉണ്ട് കമ്പനിയുടെ കയ്യിൽ. അതിലൊരു ഒരാളുടെ ഷെയർ ആണ് ഈ ആദിത്യയുടെ ഷെയർ, 500 ഷെയർ. അപ്പൊ ഈ 500 ഷെയർ വാങ്ങിച്ച ആദിത്യ എന്ത് ചെയ്യണു, അഡ്വാൻസ് നമുക്ക് തരണു. ക്ലിയർ ആവുണ്ടോ? ഏതാണ് അഡ്വാൻസ് തരുന്നത്? ഫസ്റ്റ് കോളിന്റെ കൂടെ സെക്കൻഡ് കോളിന്റെ എമൗണ്ടും കൂടി തരുന്നു. അപ്പൊ ആദ്യം അപ്ലിക്കേഷന്റെ എൻട്രി ചെയ്തും 2 എണ്ണം, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അപ്ലിക്കേഷൻ, ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തും, ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തും, ഷെയർ ഫസ്റ്റ് കോളിന്റെ ഡ്യൂ ആവണ എൻട്രി ചെയ്തു. അപ്പൊ ഞാൻ എന്താ ചുമ്മാ എഴുതാം, ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഡ്യൂ ആവണ എൻട്രി എഴുതും. എത്രയാ ഡ്യൂ ആവേണ്ടത്? 10,000 ഷെയറിന്റെ 2 രൂപ വെച്ചിട്ട് 20,000 രൂപ കിട്ടിയാൽ മതി. കാരണം ഫസ്റ്റ് കോളിന്റെ എമൗണ്ട് 2 രൂപയാണല്ലോ, 20,000 രൂപ കിട്ടിയാൽ മതി. പക്ഷേ ഈ ആദിത്യ എന്ന് പറഞ്ഞ വ്യക്തി വെറും 2 രൂപ മാത്രമാണോ തരുന്നത് ഫസ്റ്റ് കോളിന്റെ കൂടെ? അല്ല, പകരം എന്തും കൂടി തരുന്നുണ്ട്, ഒരു 3 രൂപ കൂടി തരുന്നുണ്ട്, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന്റെ എമൗണ്ടും കൂടി തരുന്നുണ്ട്. അപ്പോ കിട്ടുന്ന സമയത്ത്, എമൗണ്ട് കിട്ടുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ. ഫസ്റ്റ് കോൾ ആയിട്ട് നമുക്ക് മൊത്തം കിട്ടേണ്ടത് 20,000 രൂപയാണ്.
പക്ഷേ ഒരാൾ നമുക്ക് അഡ്വാൻസും കൂടി തരുന്നുണ്ട്. അപ്പൊ കോൾസ് ഇൻ അഡ്വാൻസിന് എന്ത് ചെയ്ത് കാണിക്കണം? ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം. ഫസ്റ്റ് കോളിന്റെ സമയത്തല്ലേ അഡ്വാൻസ് കിട്ടുന്നത്. ഏത് സ്റ്റേജിലാണോ അഡ്വാൻസ് കിട്ടുന്നത് ആ സ്റ്റേജിൽ വേണം അഡ്വാൻസ് എഴുതി കാണിക്കാൻ. സെക്കൻഡ് കോളിന്റെ എമൗണ്ട് ആണ് അഡ്വാൻസ് ആയി കിട്ടണമെങ്കിൽ ഫസ്റ്റ് കോളിന്റെ കൂടെ വേണം അഡ്വാൻസ് എഴുതി കാണിക്കാൻ. അപ്പോ 500 ഷെയർ വാങ്ങിച്ച ആദിത്യ 3 രൂപ കൂടി തരുന്നുണ്ട്. അപ്പൊ 1500 രൂപ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബാങ്കിൽ മൊത്തം വീഴുന്നത് എത്ര രൂപയാണ്? 21,500 രൂപ ബാങ്കിൽ വീഴും. 20,000 രൂപ ഫസ്റ്റ് കോൾ ആയിട്ട് വരും. അഡ്വാൻസ് ആയിട്ട് ഒരു 1,500 രൂപ വരും. മൊത്തം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ 21,500 രൂപ വീഴും. ക്ലിയർ ആവുണ്ടോ? ശരി. എന്നിട്ട് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ വിളിക്കുകയാണ് ഞാൻ. സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ വിളിക്കുന്ന സമയത്ത് ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ഡ്യൂ ആവണ എൻട്രി എന്താ വരിക? ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 10,000 ഷെയറുടെ എത്രയാ? 3 രൂപ. 30,000 രൂപ കിട്ടണം. 30,000 രൂപയാണ് യഥാർത്ഥത്തിൽ കിട്ടേണ്ടത്. പക്ഷേ കിട്ടുമ്പോഴോ ബാങ്ക് അക്കൗണ്ട് എന്താ പൊതുവെ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ട എമൗണ്ട് 30,000 രൂപയാണ്. പക്ഷെ അതിലൊരു ആദിത്യ എന്ന് പറഞ്ഞ ആള് ഓൾറെഡി 1,500 രൂപ തന്നു കഴിഞ്ഞു. ഓൾറെഡി 1,500 രൂപ തന്നു കഴിഞ്ഞു. അപ്പൊ ഇനി സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ പിന്നെ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടണോ? ആദിത്യയുടെ കയ്യിൽ നിന്ന് കിട്ടണോ? വേണ്ടല്ലോ. അപ്പൊ ഇത് ഓൾറെഡി തന്നു പറഞ്ഞിട്ട് അതിനെ ഡെബിറ്റ് ചെയ്ത് കാണിക്കണം. കോൾസ് ഇൻ അഡ്വാൻസിനെ. കോൾസ് ഇൻ അഡ്വാൻസ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, ഒരു എമൗണ്ട് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് 1,500. അപ്പോ അഡ്വാൻസ് കിട്ടുന്ന സമയത്ത് കോൾസ് ഇൻ അഡ്വാൻസിനെ ക്രെഡിറ്റ് ചെയ്യണം. എന്നിട്ട് റെസ്പെക്റ്റീവ് സ്റ്റേജ് വരുമ്പോ ആ കോൾസ് ഇൻ അഡ്വാൻസിനെ എന്ത് ചെയ്ത് കാണിക്കണം? ഡെബിറ്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ 30,000 1,500 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 28,500 രൂപ നമ്മൾ എന്ത് ചെയ്യും? 28,500 രൂപ നമ്മുടെ ബാങ്കിൽ വന്നാൽ മതി. കാരണം നന്നായി മനസ്സിലായോ? ആദിത്യ എന്ന് പറഞ്ഞ ആള് 500 ഷെയർ വാങ്ങിച്ച ഒരാള് ഓൾറെഡി ഫസ്റ്റ് കോളിന്റെ കൂടെ തന്നെ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിന്റെ എമൗണ്ട് തരുന്നു. അപ്പോ ഫസ്റ്റ് കോൾ അഡ്വാൻസ് കിട്ടുന്ന സമയത്ത് ആ അഡ്വാൻസിനെ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം. എന്നിട്ട് അടുത്ത എൻട്രി ഡ്യൂ ആയി കാണിക്കണം. എന്നിട്ട് കിട്ടുമ്പോഴോ 30,000 കിട്ടണ്ട. അവിടെ ആദിത്യ എന്ന് പറഞ്ഞ ആള് ഓൾറെഡി 1,500 രൂപ തന്നു കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് ഓൾറെഡി തന്നു, ഇനി തരേണ്ട ആവശ്യമില്ല, ബാക്കിയുള്ള ആൾക്കാർ തന്നാ മതി. അപ്പൊ 30,000 1,500 മൈനസ് ചെയ്തിട്ട് ബാക്കി 28,500 കാണിക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കോൾസ് ഇൻ അഡ്വാൻസ് കിട്ടുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യും, എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്യും. കോൾസിന് അരിയറും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. കോൾസിന് അരിയർ കിട്ടാത്ത സമയത്ത് ഡെബിറ്റ് ചെയ്യും, എന്നിട്ട് അത് കിട്ടുന്ന സമയത്ത് കോൾസിന് അരിയറിന് എന്ത് ചെയ്ത് കാണിക്കണം? ക്രെഡിറ്റ് ചെയ്ത് കാണിക്കണം. ഇങ്ങനെ വേണം പഠിക്കാൻ. ഞാൻ കോൾസിന് അരിയറുടെ കാര്യത്തിൽ എന്ത് പറഞ്ഞു? ഒരാൾ സമയമായിട്ടോ എമൗണ്ട് തന്നിട്ടില്ലെങ്കിൽ അയാൾ പിന്നീട് എമൗണ്ട് തരുമ്പോൾ അയാളുടെ അടുത്ത് നിന്ന് ഇൻട്രസ്റ്റ് പിടിക്കും. എത്രയാ ഇൻട്രസ്റ്റ് പിടിക്കുക എന്ന് ഞാൻ പറഞ്ഞു തന്നത്? 10% പിടിക്കും. അതേപോലെ സമയമാവണതിന് മുന്നേ തന്നെ ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് എമൗണ്ട് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോ അത് നല്ല കാര്യമല്ലേ? അപ്പൊ അയാളെ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? ബാക്കിയുള്ള ആൾക്കാർ ഇതുപോലെ ചെയ്യണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? കമ്പനി അങ്ങോട്ടേക്ക് പലിശ കൊടുക്കും. അതായത് ഒരാളുടെ കയ്യിൽ നിന്ന് സമയമാവണതിന് മുന്നേ തന്നെ എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര മാസം മുന്നേ ആണോ ആ എമൗണ്ട് തന്നത് അത്രയും മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് കമ്പനി അങ്ങോട്ടേക്ക് കൊടുക്കും. അതെത്രയാ കൊടുക്കുക? നമുക്കൊന്ന് നോക്കാം. അത് ഈസിയാണ്. എത്രയാണ്? ആസ് പെർ ദ കമ്പനീസ് ആക്ട് 2013 കമ്പനി വന്നിട്ട് 12% പെർ ആനം ഇൻട്രസ്റ്റ് കൊടുക്കും. 12% ഇൻട്രസ്റ്റ് കൊടുക്കുക. ക്ലിയർ ആവുണ്ടോ? കോൾസിന് അരിയറിന് ഷെയർ ഹോൾഡറുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 10% ഇൻട്രസ്റ്റ് പിടിക്കും ഡിലേ വരുത്തിയ മാസങ്ങൾക്ക്. കോൾസിന് അഡ്വാൻസിന് എത്ര മാസം മുന്നേ ആണോ എമൗണ്ട് കിട്ടിയത് അത്ര മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് കമ്പനി വന്നിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കും. അതെത്ര കൊടുക്കും? ബൈ ഡീഫോൾട്ട് 12%. അത്രേ ഉള്ളൂ. ഈസി. ഇൻട്രസ്റ്റ് ഓൺ കോൾസിന് അരിയർ ഒന്നും നമുക്കില്ല, അതുകൊണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് ഓൾ. അപ്പൊ ഇതിന്റെ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോ സെഷനിൽ നമുക്ക് നോക്കാം അല്ലേ? താങ്ക് യു സോ മച്ച്.